വമ്പൻ പദ്ധതികളും സുപ്രധാന പ്രഖ്യാപനങ്ങളുമായി 2025 കേന്ദ്ര ബഡ്ജറ്റ് അവതരണം നടക്കുകയാണ്. പ്രധാനമായും ആരോഗ്യ മേഖലയിൽ വിവിധ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ മൂന്നാം ടേമിലെ രണ്ടാമത്തെ ബഡ്ജറ്റ് അവതരണം. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പോഷകാഹാര പദ്ധതി, 8 കോടി കുഞ്ഞുങ്ങൾക്കായി പോഷകാഹാര പദ്ധതി ആരംഭിക്കും. അടുത്ത 3 വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ സെന്ററുകൾ ആരംഭിക്കും. മെഡിക്കൽ കോളേജ് സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നതാണ് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം 200 ക്യാൻസർ സെന്ററുകൾ ആരംഭിക്കുമെന്നും ഗിഗ് വർക്കേഴ്സിനെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമാക്കുമെന്നാണ് വിവരങ്ങൾ. ഫുഡ് ഡെലിവറി ജീവനക്കാർ ഉൾപ്പെടെ സഹായകമാകും. സാമൂഹ്യ സുരക്ഷാ പദ്ധതി, സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ ജീവനക്കാർക്കടക്കം പ്രയോജനം ലഭിക്കുന്ന ഒരു കേന്ദ്ര ബഡ്ജറ്റ് അവതരണം തന്നെയാണിത്. ഇതിനായി ഈ പോർട്ടൽ രജിസ്ട്രേഷൻ നടപ്പിലാക്കുമെന്നും മെഡിക്കൽ ടൂറിസം വിത്ത് ഹിൽ ഇന്ത്യൻ പദ്ധതി നടപ്പാക്കും. തുടർച്ചയായി 8ാം കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച് ചരിത്രം കുറിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സ്ത്രീകൾ, ദരിദ്രർ, യുവാക്കൾ, കർഷകർ എന്നിവർക്ക് പ്രഥമ പരിഗണന നൽകുന്നതാണ് ഇത്തവണത്തെ ബഡ്ജറ്റ്. അതുമാത്രമല്ല, കർഷകർക്കായുള്ള പദ്ധതികളാണ് ധനമന്ത്രി ആദ്യം തന്നെ അവതരിപ്പിച്ചത്. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, മധ്യവർഗം എന്നിവർക്ക് മുൻഗണന നൽകിയിട്ടുള്ള ബഡ്ജറ്റ് തന്നെയാണ് ഇതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, കാർഷിക മേഖലയ്ക്ക് വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുവഴി 1.7 കോടി കർഷകർക്ക് നേട്ടമുണ്ടാകും. അടുത്ത 5 വർഷം കൊണ്ട് രാജ്യത്ത് 75,000 മെഡിക്കൽ സീറ്റുകൾ അനുവദിക്കുമെന്നും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ട്. അടുത്ത വർഷം 10,000 സീറ്റുകൾ അനുവദിക്കുമെന്നാണ് ബഡ്ജറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, രാജ്യത്തെ 23 IITകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 100% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 5 IITകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ്. 2014 ശേഷം സ്ഥാപിച്ച IITകൾക്ക് പശ്ചാത്തല സൗകര്യ വികസനം, 6500 വിദ്യാർത്ഥികളെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് വികസനം നടക്കുന്നത്. പാട്ന IITക്ക് പുതിയ ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ 2ാം ബഡ്ജറ്റ് 10 മേഖലകളിലായി തിരിച്ചാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇതിൽ 6 മേഖലകൾക്ക് പ്രത്യേകം ഊന്നൽ നൽകിയിരിക്കുന്നു. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് സർക്കാരിന്റെ ലക്ഷ്യം. മധ്യവർഗത്തിന്റെ ശക്തി കൂട്ടുന്ന ബഡ്ജറ്റാണിത്. വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര ശക്തിപ്പെടുത്തുന്ന, വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. വികസനത്തിനാണ് ഇത്തവണ മുൻതൂക്കം നൽകിയിരിക്കുന്നതും. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇത്തവണ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരണം ആരംഭിച്ചത്. അതേസമയം ഫെബ്രുവരി 13 വരെയാണ് ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ഘട്ടം വരുന്നത്. ബഡ്ജറ്റിലെ ധന അഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയതിന് പിന്നാലെ മാർച്ച് 10 സമ്മേളനം പുനരാരംഭിച്ച് ഏപ്രിൽ 4 പിരിയും. ബഡ്ജറ്റ് സമ്മേളനത്തിൽ 27 ദിവസത്തെ സിറ്റിംഗ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.